പെറ്റമ്മയെ കുറിച്ച് മോശമായി പറഞ്ഞ് തന്നെ പഠിപ്പിക്കണം പിള്ളേരെ. മോശമായി പറഞ്ഞ് പഠിപ്പിക്കണം. ദൈവം സഹായിച്ച് അതൊന്നും ഈ വീട്ടിൽ വേണ്ടല്ലോ. നിന്റെ ജീവിതം തുറന്ന പുസ്തകമല്ലയോ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ദേ, പെങ്കൊച്ചിന് 10-12 വയസ്സ് പ്രായമായി, അതെങ്കിലും വിചാരിക്കണം. ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? മകളുടെ പ്രായത്തെ കുറിച്ച് വിചാരമുള്ള ഒരു അച്ഛൻ കുടിച്ചു മറിഞ്ഞു ബോധമില്ലാതെ എന്റെ ജീവിതവും ഈ കുടുംബം നശിപ്പിച്ചിട്ട് നിന്ന് ചിലയ്ക്കുന്നു. എനിക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒന്നുമില്ല മനുഷ്യ. എനിക്ക് നിങ്ങളോട് വെറുപ്പാ, ഉറപ്പാ. ഒരു കുടുംബം നശിപ്പിച്ച് നാറാണക്കല് പിടിപ്പിച്ചിട്ടും അവിടെ നിന്ന് മുറുമുറുക്കുന്ന കണ്ടില്ലേ? എടി, ഞാൻ നിന്നെ തല്ലാത്തതേ എന്റെ അമ്മ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഭാര്യയെ തല്ലരുതെന്ന്. അതുകൊണ്ടാ. അമ്മയുടെ പൊന്നു മോൻ, എന്തൊരനുസരണ. ചാകാൻ കിടന്ന കാലത്ത് ഒന്ന് തിരിഞ്ഞു നോക്കാതിരുന്ന മോനാ. തല്ലി നോക്ക്, അപ്പ കാണാം. ആഹാ, അത്രയ്ക്കായോ? നീ ഇപ്പൊ തല പൊക്കുന്നതും എന്നെ തൊഴിക്കുന്നതും ആരുടെ ബലത്തിലാണെന്ന് എനിക്കറിയാം. അവൻ നിന്നെ എല്ലാ കാലത്തും നോക്കിക്കോളൂന്നാണ് വിചാരമെങ്കിൽ അരുണേ, വെറുതെയാ. കുറച്ചു ദിവസം കൊണ്ടു നടക്കും, എന്നിട്ട് അവൻ വലിച്ചു കുപ്പയിലെറിയും. നോക്കിക്കോ. ഞാനങ്ങ് സഹിച്ചു. ഇനി അഥവാ അയാൾ അങ്ങനെ ചെയ്താലും എനിക്ക് സന്തോഷ. കാരണം അതാ നിങ്ങൾക്ക് ഞാൻ തരുന്ന ഏറ്റവും വലിയ ശിക്ഷ. പക്ഷെ എന്റെ സങ്കടം, അതിനു മുമ്പ് നിങ്ങൾ വല്ല ഓടയിലും ബോധമില്ലാതെ കിടക്കുന്നത് കാണേണ്ടി വരുമെന്നാ. നീ ഇന്ന് എനിക്കെതിരെ പറയുന്നത് റോയൽ കൺസ്ട്രക്ഷൻസിന്റെ ബലത്തിലല്ലയോ? അത് ഞാനിങ് എടുക്കാൻ പോവാ. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാ നിന്നെ അതിന്റെ ചുമതല ഏൽപ്പിച്ചത്. മതി, ഇനി ഞാൻ നോക്കിക്കോളാം. നശിക്കുന്നത് നശിക്കട്ടെ, പൂട്ടുന്നത് പൂട്ടട്ടെ. ഞാൻ സഹിച്ചു. എന്റെ അച്ഛനുണ്ടാക്കിയ കമ്പനിയാ, അതെങ്ങനെ നശിച്ചാലും ഞാൻ സഹിച്ചു. ഇന്നൊരു രാത്രി കൂടി, അത് കഴിഞ്ഞ ആ കസേര ഞാനിങ്ങ് തിരിച്ചെടുക്കും. രവീന്ദ്രനാഥിന്റെ മകൻ പ്രവീണായി പറയുന്നത്. നോക്കിക്കോ. ഓ പിന്നെ ഇങ്ങ് വന്നേരെ കസേര എടുക്കാനായിട്ട്. ഒപ്പ കാണാം കളി. എന്ത് പടി കേട്ട് രസിച്ചോണ്ടിരിക്കുന്നെ? എന്ന് പഠിക്കടി. പരീക്ഷയാണ് പോലും. ഏയ്, നോ, അങ്ങോട്ട് പോരുത്. കൈയെടുക്കടാ. നീ ആരാടാ ഈ ഓഫീസിൽ എന്നെ തടയാൻ? നിന്റെ തന്തയുടെ വകയാണോ ഇത്? ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. കൈയെടുക്കും മനുഷ്യ. ഓഫീസിൽ വന്നാണോ കുഞ്ഞുകളി? ഞാനിത് വളരെ പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എഴുന്നേക്കടി, എഴുന്നേക്കടി എന്റെ കസേരന്ന്. ചേട്ടാ, നിനക്ക് തന്ന കസേര ഞാനിങ്ങ് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസം വന്നില്ലല്ലേ? അവനോട് പറ, അവന്റെ ലക്ഷം അങ്ങ് തിരിച്ചു പിടിച്ചോളാൻ. എനിക്ക് വേണ്ട. ഞാനേ ഈ കമ്പനി വിറ്റ് കടം വീട്ടാൻ പോവാ. അത് തനിയെ അങ്ങ് തീരുമാനിച്ച പോരല്ലോ പ്രവീൺ. പിന്നെ നിന്റെ തന്തയോടുകൂടി ചോദിക്കണമായിരിക്കും. ഓടാ. തന്തയോട് ചോദിച്ചില്ലെങ്കിലും സാരമില്ല, പക്ഷെ എന്നോട് ചോദിക്കണം. കാരണം നിയമപ്രകാരം ഞാനിപ്പോ കമ്പനിയുടെ ഡയറക്ടറാണ്. 20 ലക്ഷം കടന്നു പറഞ്ഞേ ഇതിന്റെ ആധാരമൊന്നും ഞാൻ പണയം വെച്ചിട്ടില്ലല്ലോ. ആധാരം പണയം വെച്ചിട്ടില്ല, അത് വേണ്ടതാനും. പകരം മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നിരുന്നു. തൽക്കാലം ഞങ്ങൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അല്ലേറിനെ ഓടാ. ഞാനല്ല, നീയാ പോകേണ്ടത്. നിനക്ക് ഈ കമ്പനിയിൽ തൽക്കാലം യാതൊരു അവകാശവും ഇല്ല. അല്ലെങ്കിൽ ഭാര്യയോട് ചോദിക്ക്, അവള് വലിയ ശീലാവതിയാണല്ലോ. കുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന ഭർത്താവിനെ താങ്ങി നടക്കുന്നവളല്ലേ? നന്ദു പറയുന്നത് ശരിയാ. ഈ കമ്പനിയിൽ നിങ്ങൾക്കിപ്പോ യാതൊരു അവകാശവും ഇല്ല. മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരുമ്പോ ആലോചിക്കണമായിരുന്നു. പോട്ടെ, ഇനി അങ്ങനെ ചെയ്യരുത്. ഇതൊരു പാഠമായിരിക്കട്ടെ. എന്നെ ചതിച്ചാലോ? വെളിയിലും തുറക്കണം.
ഇതെവിടെ നിങ്ങൾക്ക് കിട്ടിയത്? എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. ഗൾഫിൽ നിന്ന് ആളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്ക. വിളിക്കട്ടെ പോലീസിനെ? പോലീസിനെയോ? ഈശ്വര, ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പോലീസിനെ വിളിക്കാം, അവർ ചോദിച്ചോളും. അയ്യോ സാറേ, സത്യമായിട്ടും അത് എന്റെ മാലയാ സാറേ, ഞാൻ മോഷ്ടിച്ചതല്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തന്നേരെ, ഞാൻ വേറെ എവിടെങ്കിലും കൊടുത്ത് മാറ്റിച്ചോളാം. മുക്കുവണ്ടം കൊടുത്ത് മാറ്റാൻ നടക്കുന്നോ? അമ്പടി മിടുക്കി, കണ്ടാ തോന്നത്തില്ല കേട്ടോ. നല്ല കുടുംബക്കാരുടെ ലക്ഷണം. മുക്കുമുണ്ടോ? അല്ല പിന്നെ, തനി തങ്കം. ദൈവമേ, ഇതെന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന്. ഈശ്വര, എന്താ എന്താ കാര്യം? സാറിന് അറിയോ ഇവരെ? നിങ്ങൾ തൈപ്പറമ്പിലെ വിഷ്ണുവിന്റെ പെങ്ങളല്ലേ? സാറേ, ഇവള് മഹാകള്ളിയാ. മുക്കുവണ്ടം കൊണ്ട് വന്നിരിക്കുന്നു. ഇതൊന്ന് നോക്കിയേ, നല്ല അസല് പൂശ്. ഒരച്ചാലും തെളിയുന്നില്ല. ഏയ്, ഇവരത്ര കാര്യമൊന്നുമല്ല. നമ്മുടെ വൈകുണ്ഠം കൺസ്ട്രക്ഷൻസിലെ വിഷ്ണുവിന്റെ പെങ്ങളാ. അവർക്ക് അബദ്ധം പറ്റിയതായിരിക്കും. അമൃത മേഡത്തിന്റെ കമ്പനിയോ? ആ, അമൃത മേഡത്തെ ഞങ്ങൾക്കറിയാം. ഇതെന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ, ഞാൻ സത്യോ പറയുന്നത്. എന്നിട്ട് ഭർത്താവ് എവിടെ? അയാളെ ഫോൺ ചെയ്ത് വരുത്ത്. നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ വൈകുണ്ഠത്തിലൊന്ന് വിളിച്ചു ചോദിക്ക്. വെറുതെ ഈ പാവം പെണ്ണിനെ ഇവിടുത്തെ കരയിപ്പിക്കല്ലേ. സാറ് പറഞ്ഞോണ്ട് നോക്കട്ടെ. വൈകുണ്ഠം കമ്പനിയുടെ നമ്പർ ആ, തരാം. 2491-863. അതെ, എനിക്ക് പരിചയമുണ്ട്. വേണ്ടപ്പെട്ടയാളാ. ദാ ഞാൻ അങ്ങോട്ട് വരുന്നു. കരയാതെ വനജെ, ഇതവരുടെ ഭർത്താവ് കൊടുത്തതാ. സത്യമാണ്, അയാളെ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും. പോട്ടെ, ഇപ്പോഴത്തേക്ക് വിട്ടേക്ക്. മേഡം പറഞ്ഞുകൊണ്ട് വിടാം. പക്ഷെ ഇനി മേലിൽ ഈ പണിക്ക് ഇവര് പോകില്ലെന്ന് ഉറപ്പ് തരണം. ഞാൻ പറഞ്ഞില്ലേ, വനജയ്ക്ക് അബദ്ധം പറ്റിയതാ. ദാ, ശരി, വാ. ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. അങ്ങനെ വിചാരിച്ച മതി വനജെ. ഇതിലിത്ര കരയാനും മാത്രം ഒന്നുമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്താ? എന്നാലും ആ മനുഷ്യൻ ഇത്രയും വലിയൊരു ചതി, എനിക്കിത് സഹിക്കാൻ വയ്യ. സ്വന്തം ജീവിതത്തേക്കാൾ വലുതാണോ ഒരു മാല? അയാൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഇനിയും മനസ്സിലായിട്ടില്ലേ? ഇത്രയും ദിവസം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അയാൾ വരുമെന്ന്. പക്ഷെ ഇപ്പോ പ്രതീക്ഷ എപ്പോഴും നല്ലതാണ്. പക്ഷേ സുനിലിന്റെ കാര്യത്തിൽ ഞാൻ കേട്ടിടത്തോളം വേണ്ട. വനജ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കണം, കുട്ടിയെ വളർത്തണം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുക, അതിനെന്ത് സഹായവും ഞാൻ ചെയ്യാം. പണം വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ തരാം. ഞാൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? SSLC പോലും ജയിച്ചിട്ടില്ല. എന്തെല്ലാം ജോലികൾ വീട്ടിലിരുന്ന് തന്നെ വനജയ്ക്ക് ചെയ്യാവുന്നതായിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. എന്നിട്ട് എന്നോട് പറഞ്ഞ നമുക്കതിന് വേണ്ടതൊക്കെ സംഘടിപ്പിക്കാം. വേണമെങ്കിൽ തുന്നൽ പഠിക്കാം, ഒരു തുന്നൽ കട തുടങ്ങാം. അതല്ലെങ്കിൽ നഴ്സറിയോ കൂൺ വളർത്തലോ തേനീച്ച കൃഷിയോ കുറ്റിമുല്ല കൃഷിയോ എന്തെങ്കിലും. വഴികൾ ഒരുപാടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഒരിക്കലുമല്ല, എന്റെ മകൻ കൊണ്ടുവന്ന സ്വർണം ഒരിക്കലും അങ്ങനെ ആകത്തില്ല. നിങ്ങളെല്ലാരും കൂടെ ഒത്തു കളിക്കുന്നതാ, അല്ലെങ്കിൽ ആ മീൻ കാര്യം എടുത്ത് മാറ്റിയതായിരിക്കും. അമ്മാവൻ എന്ത് പറഞ്ഞാലും ആ മാല മുക്കുപണ്ടമായിരുന്നു, അത്ര തന്നെ. ഇത് ആ മീൻ കാര്യം അടിച്ചു മാറ്റിയതാ. അവൻ കൊണ്ടുവന്ന തനി തങ്കത്തിന്റെ 4 പവൻ മാല അടിച്ചു മാറ്റിയിട്ട് അതേ ഫാഷനിൽ മുക്കുപണ്ടം കൊണ്ടുവന്ന് വച്ചു. ഇതിവിടെ കിട്ടുന്ന മുക്കുവണ്ടോ അല്ലാന്ന് അവര് പറഞ്ഞു. അത്രയും കൊണ്ട് തന്നെ ഉറപ്പല്ലേ ഇത് സുനിൽ കൊണ്ടുവന്നതാണെന്ന്? പാവം വിനീതയുടെ അമ്മായിയമ്മയ്ക്ക് എവിടുന്നാ ഗൾഫിലെ മുക്കുവണ്ടം കിട്ടുന്നത്? ഇല്ല, അവനോട് ചോദിക്കാതെ ഞാൻ ഒന്നും സമ്മതിച്ചു തരത്തില്ല.
അവനെവിടെ? അവനെ വിളി, അപ്പോ നമുക്ക് ചോദിച്ചറിയാം. എടി സരസമ്മേ, എന്റെ മോനെവിടെ? വിളിക്ക്. കൊച്ചാട്ടൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവനെ വിളി എന്ന് പറഞ്ഞാലേ ഞാനിവിടെ മടി വെച്ചോണ്ടിരിക്കൊന്നും അല്ല. എന്റെ പെങ്കൊച്ചിന്റെ ജീവിതം തകർത്തേച്ച് ദേ അവനെന്റെ കൈ കിട്ടണം. അത് പിന്നെ നിന്റെ ആങ്ങളെ പെങ്ങക്ക് തന്ന സമ്മാനമല്ലേ? അങ്ങനെയല്ലായിരുന്നോ നീ അന്ന് പറഞ്ഞോണ്ട് നടന്നത്? എടി സരസമ്മേ, ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ഈ കല്യാണം നടത്തല്ലേ എന്ന്? എന്നെ അന്ധകാരത്തിലാക്കിയത് എല്ലാരും ചേർന്നല്ലേ? ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മമ്മേ, എന്റെ മോന് വയസ്സ് 10 ആയി. ഞാൻ ഇറങ്ങട്ടെ. ആ, എന്ത് ചെയ്യാനാ പ്രവീൺ? നിങ്ങൾ തന്നെ ചെയ്തു വെച്ച കുഴപ്പം. ആരെങ്കിലും ഇങ്ങനെ ഒരു വേല ചെയ്യോ? ബ്ലാങ്കായ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തു. ആരോ ആകട്ടെ, സ്വന്തം ഭാര്യ പോലും അവരുടെ കൂടെ ചേർന്നില്ലേ? ഇനിയിപ്പോ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല വക്കീൽ സാറേ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പൈസ കടം തീർത്തെടുത്താൽ അവർക്ക് മനസ്സുണ്ടെങ്കിൽ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ഡു ദാറ്റ്. അല്ലേലും ദത്തന്റെ മോനല്ലേ, അവൻ ദത്തന്റെ അച്ഛനാകേണ്ടവനാ. ഞാൻ നന്ദുവിന് ഒരു പേപ്പറിൽ പോലും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ അരുണയ്ക്ക് കൊടുത്തില്ലേ? അത് വ്യത്യാസമില്ലേ? ഷീസ് മൈ വൈഫ്. ശരി, അവൾ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുമോ? ഡു യു തിങ്ക് സോ? പ്രവീണ നോക്ക്, നിയമപരമായി നമുക്ക് പ്രതികൂലമാണിത്. സോ വി കാൻ ഡു എനിത്തിങ്. ഈശ്വര, എന്റെ കമ്പനി പോയി അങ്ങനെ വിചാരിച്ചാ മതി. നിക്ക്, എങ്ങോട്ടാ? ഈ വീട്ടിലേക്കാണെങ്കിൽ വേണ്ട. ഇന്നു മുതൽ ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനമില്ല. അങ്ങനെ പറഞ്ഞാ പറ്റൂ? ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയാ. എനിക്കിവിടെ താമസിക്കാൻ എല്ലാ അധികാരവും ഉണ്ട്. കമ്പനി നീ പിടിച്ചെടുത്തു, പക്ഷേ ഈ വീട് ഇപ്പോഴും എന്റെ പേരില. അതുകൊണ്ട് പൊന്നുമോള് തൽക്കാലം പടിക്ക് പുറത്ത്. നിനക്ക് പോകാൻ വേറെ ഇടമുണ്ടല്ലോ, പൊയ്ക്കോ. എനിക്ക് ഇടമുണ്ടെങ്കിലേ അത് എന്റെ മിടുക്ക്. അല്ലാതെ പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? നിങ്ങൾ കുടിച്ച് മയങ്ങി കിടക്കുമ്പോ എല്ലാം നശിച്ചു പോകുന്നത് നോക്കി കയ്യും കെട്ടി നിക്കണമായിരുന്നോ? നിക്കടി, നിന്നോട് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? തൊട്ടു പോകരുത് തന്നെ. നിങ്ങൾ എന്നെ തൊടുന്നത് എനിക്ക് അറപ്പ്. എന്നെ തന്നെയല്ലേ? നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യമോ? ഇന്നോളം നിന്നെ ഞാൻ മണ്ണ് നുള്ളിയിട്ട് പോലും നോവിച്ചിട്ടില്ല. പക്ഷെ ഇനി എനിക്ക് നിന്റെ മുഖം കാണണ്ട. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. മേലിൽ എന്റെ മുമ്പിൽ വന്നു പോരുത്. ഈ പടി ചവിട്ടരുത്. ഇനി ഈ പടി ചവിട്ടിയ കൊന്നുകളയും ഞാൻ. നന്ദു, ഒന്ന് വേഗം വരണം. എന്നെ ജീവനോടെ കാണണമെങ്കിൽ നന്ദു പ്ലീസ് കം ഇമ്മീഡിയറ്റ്ലി. ഇല്ലെങ്കിൽ എന്റെ ശവമേ കാണാൻ പറ്റും. വിളിക്കടി, അവനെ വിളിച്ചു വരുത്ത്. അവനോടും എനിക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ട്. അത് ഇന്ന് ഞാൻ തീർക്കും. പിന്നെ ജയിലിൽ പോയാലും സാരമില്ല. ഇനി എന്റെ
പട്ടി പോലും നിങ്ങളുടെ മുമ്പിൽ വരത്തില്ല. എഴുതി വെച്ചോ. എന്റെ വാക്കുകൾ ഒരിക്കൽ സത്യമായിട്ട് വരും. എന്റെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ കയറി വരും. ഇന്ന് എന്നെ പിടിച്ചതല്ലേ ഈ കൈകൊണ്ട് നിങ്ങൾ എന്നോട് ഇരക്കും. എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക്. ഭർത്താവും കുഞ്ഞുമായിട്ട് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് കഴിയാൻ ആഗ്രഹിച്ച സ്ത്രീയാ ഞാൻ. ഇപ്പൊ ഞാൻ ഇങ്ങനെയായി. എന്റെ മോൾക്ക് പോലെ ഞാൻ വെറുക്കപ്പെട്ടവളായി. അതിന് ഞാൻ പ്രതികാരം ചെയ്യും. നോക്കിക്കോ. ഈ വൃത്തികെട്ട മനുഷ്യൻ എന്നെ. നീ അവളെ തല്ലിയല്ലേ? ഞാനോ ഉണ്ടോടാ നിനക്ക്? പെണ്ണുങ്ങളെ തല്ലാൻ എന്ത് അന്തസ്സാണോ ഉള്ളത്? എനിക്ക് നിന്നോട് പുച്ഛം തോന്നുന്നു. നിന്റെ ബഹുമാനം ഏത് പന്നിക്ക് വേണോടാ? ഒരു പാവ സ്ത്രീയെ വഞ്ചിച്ച് അവളെ തകർക്കുന്നവൻ. ഹേയ്, മൈൻഡ് യുവർ വേർഡ്സ്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അർണം, ഗെറ്റ് റെഡി. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. ചെല്ല്, കൊണ്ടുപോ. വല്ല റെഡ് സ്ട്രീറ്റിലും വിൽക്ക്. എന്നിട്ട് നീ ഇടനിലക്കാരനായിട്ട് കൂടിക്കോ. വൃത്തികേട് കാണിച്ചിട്ട് എന്റെ മുമ്പിൽ ആളാകുന്നുള്ള ചെറ്റെ. എനിക്കിനി മുൻപിൽ നോക്കാനില്ല. കൊല്ലും ഞാൻ നിന്നെ. നന്ദു, വാ, പോ. എനിക്കിനി നിങ്ങളേ ഉള്ളൂ. ഓക്കെ, കം ഓൺ. പാടി ഇങ്ങോട്ട്. ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങളുടെ കൂടെ ഞാൻ വരുന്നില്ല. കൊച്ചിനോട് നിനക്ക് ഇവളെ കൊണ്ടുപോകാൻ അർഹതയില്ല. ഞാൻ അവളുടെ അമ്മയാ. കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന അച്ഛനേക്കാൾ അർഹതയുണ്ട് അവളുടെ അമ്മയ്ക്ക്. ഇങ്ങോട്ട് പാടി. കേൾക്കാൻ വയ്യല്ലേ?